സകലത്തിൻ്റെയും സൃഷ്ടാവായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും നമുക്ക് നൽകാം. നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ഭാവനകളിലും നമ്മുടെ വ്യാപാരങ്ങളിലെല്ലാം അത്യുന്നതനായ ദൈവം മഹത്വപ്പെടട്ടെ. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എക്കാലവും എന്നേക്കും എല്ലാ സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലതവണ പരാമർശിക്കുകയുണ്ടായി പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനേകം ദൈവവചനങ്ങൾ കാലത്തിൻ്റെ അവസാനത്തിൽ യുഗങ്ങളുടെ അന്തിമഘട്ടം ആരിലാണോ വന്നെത്തിയിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് പാഠമായിട്ടാണ് എന്ന്. അതുപോലെ നമുക്ക് പാഠമായി ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു താക്കീതിൻ്റെ വചനമാണ് നാം ഇന്ന് കാണുന്നത്. 2 മക്കബായർ 4:17. ദൈവീക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ദൈവീക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എല്ലാ അസ്തിത്വങ്ങൾക്കും നാമകാരണമായ എല്ലാറ്റിൻ്റെയും ഉടയവനായ ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവായ സകലത്തിൻ്റെയും സ്രഷ്ടാവായ ഏക സത്യ ദൈവമുണ്ട്. ആ ദൈവം വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചമൊരുക്കിയതുമല്ല. ഇന്നൊരു പക്ഷേ ആധുനിക മനുഷ്യൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നത് പോലെ, ചില ആകസ്മിക പ്രതിഭാസങ്ങളുടെ ആകസ്മികമായ ഒരു ആകത്തുകയല്ല മനുഷ്യൻ. ദൈവം സ്നേഹമായ ദൈവം, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ജന്മം നൽകിയവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉള്ള ദൈവം, മനുഷ്യന് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തു ചെയ്യരുത് എന്ന കാര്യത്തിൽ വ്യക്തമായ നിയമങ്ങൾ അവിടുത്തെ അനന്തജ്ഞാനത്തിൽ നിന്ന്, അവിടുത്തെ അനന്ത മഹത്വത്തിൽ നിന്ന്, അവിടുത്തെ അനന്തമായ നീതിയിൽ നിന്ന്, അവിടുത്തെ അനന്ത സ്നേഹത്തിൽ നിന്ന് ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെ ലക്ഷ്യവും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളുമെല്ലാം അവിടുന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്നതെല്ലാം ദൈവമക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി, അവരെ ഒരുക്കുന്നതിന് വേണ്ടിയും അവരെ സാത്താൻ്റെ കെണികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമെല്ലാം ദൈവം നിയമങ്ങൾ നൽകിയിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 12-ാമത്തെ വചനം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. അപ്പോൾ ദൈവം നിയമം നൽകിയത് ആദ്യത്തെ പ്രവാചകനായ മോശ വഴിയാണ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവജനത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പ്രവാചകനായ മോശയ്ക്ക് നിയമങ്ങൾ നൽകിയത്. നിയമാവർത്തനം 5:29. അപ്പോൾ ഈ നിയമങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ ഹിതമെന്താണ്? മക്കളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ചിന്ത എന്താണ്? എന്നും എന്നെ ഭയപ്പെടാനും എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാനുമായി ഇതുപോലെ സന്നദ്ധതയുള്ള ഒരു മനസ്സ് അവർക്ക് എന്നും ഉണ്ടായിരുന്നെങ്കിൽ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വപ്നമാണ് തൻ്റെ മക്കളെക്കുറിച്ചുള്ള. അവർക്കൊരു സന്നദ്ധതയുള്ളൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ
എന്തിന്? ദൈവത്തെ ഭയപ്പെടാനും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാൻ. അപ്പോൾ ദൈവം മക്കൾക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നന്മയുണ്ട്, നിത്യമായ നന്മ. അത് ഈ ലോകത്തിൽ മനുഷ്യൻ കാണുന്ന ഭൗതികമായ, ക്ഷണികമായ, നശ്വരമായ നന്മയല്ല. നിത്യം നിലനിൽക്കുന്ന ദൈവികമായ ഒരു നന്മ ദൈവമക്കൾക്കുണ്ടാകണം എന്ന് സ്നേഹനിധിയായ പിതാവ് തീരുമാനിച്ചതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അവർക്കും അവരുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാനൊരു സന്നദ്ധതയുള്ളൊരു മനസ്സവർക്കുണ്ടായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശോധിച്ച് നമുക്ക് കാണാം, ദൈവം അനേകം ഭൗമിക പിതാക്കന്മാരെ നമുക്ക് നൽകി നമ്മളെ പരിശീലിപ്പിക്കാൻ. എന്നാൽ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത് ഈ നന്മ നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10-11 വചനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറേ സമയം നമ്മെ പരിശീലിപ്പിച്ചു. അപ്പോൾ ഒരു ഗണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മെ ഭൗമിക പിതാക്കന്മാർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരിശീലിപ്പിച്ചത്. അത് പ്രശ്നമാണ്, അതല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. ശ്രദ്ധിച്ച്, എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്, അപ്പോൾ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട്, അഥവാ ദൈവം പരിശീലിപ്പിക്കുന്ന ഒരു ഗണമുണ്ട്, അഥവാ ദൈവത്തിൻ്റെ പരിശീലനത്താൽ ദൈവം ആഗ്രഹിക്കുന്ന നേടിയെടുക്കുന്ന ഒരു ഗണമുണ്ട്. ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശീലനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ആത്യന്തിക നന്മയാണ്. ദൈവത്തോടൊത്ത് നാം സ്വന്തമാക്കേണ്ട ഒരു നന്മ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മെ പങ്കുകാരാക്കുന്ന ഒരു പരിശീലനം. അപ്പോൾ ഈ പരിശീലനത്തിൻ്റെ ഭാഗമാണ് ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഓരോ വചനവും പാലിക്കുന്നത് വഴി എന്നേക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ തക്ക വിധം ഈ ദൈവവചനങ്ങൾ പാലിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നെങ്കിലെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നൽകിയിരിക്കുന്നത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. നിയമാവർത്തനം 7:12, നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോട് പുലർത്തും. അപ്പോൾ ദൈവം പൂർവ്വപിതാക്കന്മാരോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി പൂർത്തിയാക്കപ്പെടുന്നത് അന്ത്യകാലത്താണ്. ദൈവത്തിൻ്റെ ആ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് അന്ത്യകാലത്താണ്, യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ. ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും പൂർത്തിയാക്കപ്പെടുമ്പോൾ ദൈവം ഇപ്രകാരം, പിതാവായ ദൈവം ഇപ്രകാരം പരിശീലിപ്പിക്കുന്ന ഒരു ഗണത്തിൻ്റെ മധ്യത്തിൽ ആണ് ഈ കാരുണ്യവും ഉടമ്പടിയും പൂർത്തിയാക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാരുണ്യവും ഉടമ്പടിയും നാം സ്വന്തമാക്കാൻ, അഥവാ ഈ ഉടമ്പടിയുടെ ഗുണഭോക്താക്കളായി തീരാൻ വേണ്ടി അവിടെ നമുക്ക് നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവീക നിയമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം, മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1-ാം പ്രമാണം. യേശുക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നു, അതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. അപ്പോൾ ഈ കൽപ്പനകൾ നമുക്ക് നൽകിയിട്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവീക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. നിയമാവർത്തനം 5:1, മോശ ഇസ്രായേൽക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി പറഞ്ഞു, ഇസ്രായേലെ കേട്ടാലും. ഇതെല്ലാം പഴയ നിയമകാലത്ത് ഏകദേശം 3000-3500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവരോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് കരുതി ഇന്ന് വിശ്വാസികളാരും തള്ളിക്കളയരുത്. ഈ വചനങ്ങൾ ശ്രദ്ധയോടെ, ദൈവീക രഹസ്യങ്ങൾ ശ്രദ്ധയോടെ പരിശോധിച്ചാൽ അത് ഇന്നും നമ്മോട് പറയുന്ന വാക്കുകളാണ് എന്ന് വ്യക്തമാണ്. ഇസ്രായേലെ കേട്ടാലും നിങ്ങളോട് ഞാൻ ഇന്ന് പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും പഠിക്കുകയും അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ നാം ശ്രദ്ധയോടെ പഠിക്കണം, ശ്രദ്ധയോടെ അത് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം.
അവർ വലിയ ശ്രദ്ധയും ജാഗരൂകതയും ദൈവിക നിയമങ്ങൾ പഠിക്കുന്നതിലും അത് അനുഷ്ഠിക്കുന്നതിലും നാം പുലർത്തണമെന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. നമ്മുടെ നിത്യമായ നന്മയ്ക്ക് വേണ്ടി. ഇവിടെ അങ്ങനെ മോശ വഴി ദൈവം നമുക്ക് നിയമങ്ങൾ നൽകി. പിന്നീട് വന്ന പ്രവാചകന്മാരെല്ലാം ഈ നിയമത്തിനനുസരിച്ച് ജനത്തെ പരിശീലിപ്പിക്കുകയും തിരുത്തുകയും അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, മത്തായി 5:17, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് കണ്ടപ്പോൾ അന്നത്തെ പുരോഹിതരും അധികാരവർഗവുമൊക്കെ അതിനെതിരെ സംസാരിക്കുകയും വിമർശിക്കുകയും യേശുക്രിസ്തുവിനെ എതിർക്കുകയും ചെയ്തു. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തു നസറത്തിൽ നിന്ന് വന്ന വെറും ഒരു ആശാരി പണിക്കാരനാണ്. അവരെ പോലെ പൗരോഹിത്യ പാരമ്പര്യം ഈ ലോകത്തിലില്ലാത്ത ഒരാൾ, അവരെ പോലെ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ, പിന്നെ ഇവനാര് നമ്മളെ തിരുത്താൻ എന്ന മനോഭാവത്തോടെ ആത്മീയമായ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും ഹൃദയ കാഠിന്യത്തോടും കൂടി ദൈവപുത്രനെ നോക്കിയവർക്ക് അവനെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല. അഥവാ ദൈവം അവനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. അഥവാ അവനെ തിരിച്ചറിയാനും വിശ്വസിക്കുവാനുമുള്ള വരം അവർക്ക് നൽകപ്പെട്ടിട്ടില്ല. അഥവാ ദൈവപിതാവ് അവനിലേക്ക് ദൈവപുത്രനിലേക്ക് ആകർഷിച്ചില്ല. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ ഇടയിലേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഈ ആകർഷിക്കപ്പെടാതിരുന്നവർ, ദൈവത്താൽ അയക്കപ്പെട്ടവനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ കഴിയാതെ പോയവർ, എന്നാൽ ദൈവവചനം ഞങ്ങൾ പഠിച്ചവരാണ്, തങ്ങൾക്കെല്ലാം അറിവുള്ളവരാണ്, തങ്ങളാണ് ദൈവജനത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ സിംഹാസനങ്ങളിൽ വാണരുളിയ അവർ ദൈവപുത്രനെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു. അവൻ നിയമമെല്ലാം അസാധുവാക്കാൻ വന്നതാണ്, അവൻ നിയമത്തിനെതിരായി പഠിപ്പിക്കുന്നു, അവൻ ജനത്തെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ അവർ വിളിച്ചു പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ യേശുക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, അല്ല, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാൻ വന്നതല്ല. കാരണം അത് അവന് ചെയ്യാൻ കഴിയില്ല, മറിച്ച് പൂർത്തിയാക്കാനാണ് വന്നത്. അപ്പോൾ ദൈവപുത്രൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവം നമുക്ക് മോശ വഴി നൽകിയ നിയമം പൂർത്തിയാക്കി. അപ്പോൾ അപൂർണമായ രൂപത്തിലാണ് മോശ വഴി നൽകപ്പെട്ടത്. അതിൻ്റെ കാരണവും യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. ആ ജനത്തിൻ്റെ ഹൃദയക്കാഠിൻ്റെ നിമിത്തമാണ് ദൈവം അങ്ങനെ പഠിപ്പിച്ചത്. എന്നാൽ യേശുക്രിസ്തു വന്ന് അത് ഹൃദയകാഠിന്യമില്ലാത്ത വരാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി, ദൈവം പരിശീലിപ്പിക്കാനിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി അത് പൂർത്തീകരിച്ചു, നിയമത്തെ പൂർത്തീകരിച്ചു. അപ്പോൾ 2 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ യേശുക്രിസ്തു പഠിപ്പിച്ചതുപോലെ പൂർത്തീകരിച്ചതുപോലെ തന്നെ അനുസരിക്കണം. അതാണ് ദൈവഹിതം. എന്നാൽ 1-ാം പ്രമാണം മോശ പഠിപ്പിച്ചതുപോലെ തന്നെ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തു അസന്നിഗ്ധമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവൻ നിയമത്തെ പൂർത്തീകരിച്ചു, ദൈവത്തിൻ്റെ നിയമങ്ങളെ പൂർത്തീകരിച്ചു. എന്നിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്ത് കാണിച്ചു? യോഹന്നാൻ 14:31, എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. അപ്പോൾ ലോകം അറിയണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു അവൻ പിതാവിനെയാണ് എല്ലാറ്റിലും ഉപരി സ്നേഹിച്ചത്. അതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് യേശുക്രിസ്തു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ലോകമറിയണം. അപ്പോൾ യേശുക്രിസ്തു ഈ നിയമങ്ങൾ, ദൈവിക നിയമങ്ങൾ പൂർത്തീകരിച്ച് നൽകിയ ദൈവപുത്രൻ ആ നിയമങ്ങൾ ദൈവസ്നേഹത്തെ പ്രതി, ദൈവപിതാവിനെ സ്നേഹിച്ചുകൊണ്ട് അക്ഷരം പ്രതി അനുസരിച്ച് നമുക്ക് മാതൃക നൽകി. ദൈവിക നിയമങ്ങൾ അനുസരിക്കണം എന്ന് യേശുക്രിസ്തു ദൈവത്തിൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന്, അതാണ് നിത്യജീവനെന്ന്, അതാണ് നാം ചെയ്യേണ്ടതെന്ന് സ്വന്തം ജീവിതത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. ഇത് തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവും പരിശുദ്ധ അമ്മയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവിക നിയമങ്ങളെ ആദരിക്കുകയും സ്നേഹിക്കുകയും ശ്രദ്ധയോടെ പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവമൊരുക്കിയിരിക്കുന്ന ജീവൻ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവപുത്രനും ഓരോ ദൈവവചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. റോമ 3:20, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അടുത്ത സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച്
ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിയമം നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് പാപബോധമുണ്ടാകാൻ. ഏതാണ് പാപം, ഏതാണ് നന്മ എന്ന് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനം നാം ശ്രദ്ധയോടെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചോളം ഏതാണ് നന്മ, ഏതാണ് തെറ്റ് എന്ന് മനുഷ്യൻ തീരുമാനിക്കാനാണ് ഇഷ്ടം. കാരണം അപ്പോൾ അവന് അനേകം തിന്മകൾ യാതൊരു മടിയുമില്ലാതെ ചെയ്തു കൂട്ടാം. തിന്മകൾ തരുന്ന ആനന്ദം ആസ്വദിക്കാം, ജഡികമായ സുഖങ്ങൾ ആസ്വദിക്കാം. പക്ഷെ ദൈവത്തിനാണ് അധികാരമെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വിധേയപ്പെടേണ്ടി വരും. അപ്പോൾ അവൻ്റെ അനേകം ജഡിക പ്രവണതകളോട് നോ പറയേണ്ടി വരും, അനേകം സുഖങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും, ദൈവഹിതം അനുവർത്തിക്കേണ്ടി വരും. അതിന് മനസ്സില്ലാത്ത മനുഷ്യൻ സ്വയം ശരികളും തെറ്റുകളും നിർണ്ണയിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം നിയമം നൽകേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല. ദൈവം നമ്മോട് ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന് പറയേണ്ടിയിരുന്നില്ല. അത് മനുഷ്യൻ ഓരോരോ കാലത്ത് തീരുമാനിച്ചാൽ പോരായിരുന്നോ? അങ്ങനെയല്ല യേശു ക്രിസ്തു കാണിച്ചത്. യേശു ക്രിസ്തു അവൻ്റെ നിയമങ്ങളല്ല അനുസരിച്ച് കാണിച്ചത്. അവൻ്റെ പിതാവായ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവപിതാവിൻ്റെ വാക്കുകൾ അനുസരിച്ചാണ് യേശു ക്രിസ്തു നമുക്ക് മാതൃക നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട, എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ദൈവം നിയമം നൽകിയിട്ടുണ്ടെങ്കിലും, ഈ നിയമങ്ങൾ അനുസരിക്കാൻ കർശനമായ ആജ്ഞ ദൈവം നൽകിയിട്ടുണ്ടെങ്കിലും, അതെന്തിനാണ് അനുസരിക്കേണ്ടതെന്ന് ദൈവജനത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ദൈവജനം ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചിട്ടില്ല മിക്കപ്പോഴും. അതിനനേകം കാരണങ്ങളുണ്ട്. സാത്താൻ്റെ വഞ്ചനയാണ് അതിന് ഏറ്റവും പ്രധാനം. ഏദൻ തോട്ടത്തിൽ പോലും സാത്താൻ വഞ്ചിച്ചാണ് സ്ത്രീയെ കൊണ്ട് പാപം ചെയ്യിച്ചത്. അപ്പോൾ തെറ്റായ കാര്യത്തെ ശരിയെന്ന രീതിയിൽ, അല്ലെങ്കിൽ അഭികാമ്യമാണ് എന്ന പ്രതീതി ജനിപ്പിക്കത്തക്ക വിധം അവൻ സ്ത്രീയെ വഞ്ചിച്ചു. ഇതേ വഞ്ചന അതിനേക്കാൾ തീവ്രമായ ലക്ഷ്യത്തോടെ, അതിനേക്കാൾ തീക്ഷ്ണമായ മാർഗങ്ങളിലൂടെ സാത്താൻ എന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വഞ്ചനയിൽ പെട്ടുപോകുന്ന മനുഷ്യൻ, ഈ വഞ്ചനയ്ക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യൻ ദൈവിക നിയമങ്ങളെ അനാദരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും. ഇനി അനേകം പൈശാചിക സ്വാധീനങ്ങൾ, പിശാചികൾ ഉള്ളിൽ വസിക്കുന്നതിനാൽ ദൈവിക നിയമം അനുസരിക്കാനോ ദൈവത്തിന് കീഴ്പ്പെടാനോ കഴിയാത്ത വിധം മനുഷ്യൻ്റെ ആത്മാവിനെ ഈ പൈശാചി ശക്തികൾ അടിമപ്പെടുത്തി വെച്ച്, കീഴ്പ്പെടുത്തി വെച്ച്, ഈ പൈശാചി ശക്തികളുടെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കാൻ മനുഷ്യനെ നിർബന്ധിതനാക്കും. അത് മനുഷ്യൻ പലപ്പോഴും തിരിച്ചറിയുന്ന പോലും അതാണ് സ്വാഭാവികം എന്ന് കരുതി ജീവിക്കുകയാണ്. ഇവിടെ ഈ ജഡത്തിൻ്റെ മോഹങ്ങൾ, ഈ ജഡത്തിന് എടുത്തിരിക്കുന്ന മണ്ണിൽ നിന്നാണ്. അതിൽ സാത്താൻ്റെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശരീരത്തിൻ്റെ ഉത്കടമായ അഭിവാഞ്ച, ഈ ജഡത്തിൽ കുടികൊള്ളുന്ന തിന്മ ദൈവിക നിയമങ്ങൾ തള്ളിക്കളയാനും അനാദരിക്കാനുമൊക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കും. ഇപ്പോൾ ഇവിടെ ഇനി ലോകമോഹങ്ങൾ, ലോകത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ നിറയ്ക്കുന്ന ലോകമോഹങ്ങളും ഈ ദൈവിക നിയമങ്ങളെ തള്ളിക്കളയാൻ കാരണമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ ദൈവിക നിയമങ്ങളെ എപ്പോഴും അനാദരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. വളരെ 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 ചുരുക്കം പേരാണ് ദൈവിക നിയമങ്ങളോട് ആദരവ് കാണിക്കുകയും അത് ശ്രദ്ധയോടെ പഠിക്കുകയും അത് അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നു. ജെറമ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 22-28. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെപ്പറ്റിയോ ദഹനബലികളെപ്പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ. അതുകൊണ്ട് ദൈവം പല രീതിയിൽ പറഞ്ഞു, അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. മനുഷ്യനെയല്ല, ദൈവത്തെ അനുസരിക്കും. ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. അതിന് ദൈവിക നിയമങ്ങളെ ആദരിക്കണം. നിങ്ങൾക്ക് ശുഭമായിരിക്കും. അത് ഈ ഭൂമിയിലെ നശ്വരമായ ശുഭം മാത്രമല്ല, നിത്യജീവിതത്തിലുള്ള ശുഭം. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ദൈവത്തിന് കുറ്റപ്പെടുത്തില്ല, ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തില്ല. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച്
തന്നിഷ്ടം പോലെ അവർ നടന്നു. അപ്പോൾ ദൈവിക നിയമങ്ങളെ അനാദരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിലംഘിച്ചുകൊണ്ട് തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന തങ്ങളുടെ കണ്ണുകളുടെയും ഹൃദയത്തിൻ്റെയും ചായ്വനുസരിച്ച് തങ്ങളെ തന്നെ യഥേഷ്ടം വിട്ടുകൊടുത്തുകൊണ്ട് തന്നിഷ്ടം പോലെ നടന്നു. ദൈവത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. അവരുടെ നടപ്പ് മുന്നോട്ടല്ല, പിന്നോട്ടായിരുന്നു. അപ്പോൾ മുന്നോട്ട് നമ്മൾ നടന്ന് എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച്, സൃഷ്ടിയുടെ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമനുസരിച്ച് ദൈവപിതാവ് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു നന്മയിലേക്ക് നടക്കേണ്ടതിന് പകരം ഈ അനുസരണക്കേട് മുതൽ അവർ നടന്ന് പുറകോട്ടാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഞാൻ അവരുടെ അടുക്കിലേക്ക് അയച്ചു. ഈ അയച്ചതിന് മുഴുവൻ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അവരെ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക, അവരെ അനുസരണത്തിലേക്ക് കൊണ്ടുവരിക, അവരെ തിരുത്തുക. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. ദൈവത്തിൻ്റെ വേദനയോടെയുള്ള കുറ്റപ്പെടുത്തലാണ്. പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനാദരിക്കുന്നവരുടെ പ്രത്യേകതയാണ് അവർ മർക്കടമുഷ്ടികളായി. തങ്ങളുടെ ഹൃദയവിചാരങ്ങളെയും തങ്ങളുടെ ജഡത്തിൻ്റെ ചായ്വുകളെയും മർക്കടമുഷ്ടിയോടെ പിന്തുടരുന്നവർ. ആകയാൽ നീ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറയണം, എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. അത് ദൈവത്തിനറിയാം, അതും അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്? സത്യം അസ്തമിച്ചിരിക്കുന്നവർ, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ നാവിൽ ഉണ്ടായിരിക്കേണ്ട സത്യം? ഹൃദയത്തിന് നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ നാവിൽ ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ അത് നിറഞ്ഞിരിക്കണം. അപ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട, നാവിൽ ഉണ്ടായിരിക്കേണ്ട ദൈവം ആഗ്രഹിക്കുന്ന സത്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയുമ്പോഴാണ് ഈ വചനങ്ങൾ ഏറ്റവും അധികം സാർത്ഥകമായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ, അന്ത്യകാലത്താണ് എന്ന് നമുക്ക് മനസ്സിലാകുക. എന്താണ് ഈ സത്യം? യോഹന്നാൻ 17:17, അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ ദൈവത്തിൻ്റെ വചനമാണ് സത്യം, ദി ട്രൂത്ത്. ഒരേ ഒരു സത്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഏക സത്യദൈവത്തിൻ്റെ വാക്കാണ് സത്യം. അപ്പോൾ ആ സത്യമാണ് ദൈവം പറയുന്നത് അവരുടെ നാവിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. കാരണം അവർ ഹൃദയത്തിൽ അതില്ല. സുഭാഷിതങ്ങൾ 30:5-6, ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. അപ്പോൾ ഇപ്പോൾ സത്യമാണെന്ന് മനുഷ്യന് മനസ്സിലാകുന്നില്ലെങ്കിലും കാലാന്തരത്തിൽ ഈ വചനങ്ങൾ ഓരോന്നും പൂർത്തിയാകുമ്പോൾ ദൈവം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ ഭൂമിയിൽ ഓരോന്നും സംഭവിക്കുകയും പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ ആ വചനങ്ങൾ സത്യമെന്ന് തെളിയുന്നു. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. അവിടുന്ന് സത്യവാനാണ്, സത്യസ്വരൂപനാണ്. അവിടുത്തെ ഓരോ വാക്കും നിത്യസത്യമാണ്. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. കാരണം അവിടുന്ന് സത്യവാനാണ്. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും ഇന്ന് അനേകം ആളുകൾ പാണ്ഡിത്യത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവവചനങ്ങൾ മുഴുവൻ വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനെ നിരർത്ഥകമാക്കി, നുണയാക്കി മാറ്റി. താഴെ കർത്താവിന് ഗൗരവം പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ, നിങ്ങൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും. പ്രത്യേകിച്ച് ന്യായവിധിയുടെ സമയത്ത് നീ നുണയനാവുകയും ചെയ്യും. സാത്താനെ ദൈവം വിളിക്കുന്ന പേരാണ് നുണയൻ, നുണയുടെ പിതാവ്. അപ്പോൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നവർ നുണയനാണ് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അതിലെന്തെങ്കിലും എടുത്തു കളയുന്നവൻ നുണയനാണെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്നു. അതൊരു വചനം പറയുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളോട്, ദൈവത്തിൻ്റെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്, ഒന്നും എടുത്തു കളയരുത്.
എന്നാൽ ഇന്ന് ഇത് രണ്ടും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. 1 പത്രോസ് 1:24-25. എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യവും. മനുഷ്യന് എത്ര മഹത്വം ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാലും, ഈ ലോകത്തിലെ സർവ്വമഹത്വത്താൽ അലങ്കൃതനായി കാണപ്പെട്ടാലും, അത് പുരപ്പുറത്തെ പുല്ലിന് തുല്യം. വെയിലേൽക്കുമ്പോൾ കരിഞ്ഞു പോകുന്ന പുല്ല്. പുഷ്പം കൊഴിഞ്ഞു വീഴുന്നു, പുല്ല് കരിഞ്ഞു പോകുന്നു. പുൽക്കൊടികൾ വാടിക്കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. എല്ലാ മഹത്വവും ക്ഷണികമാണ്. മനുഷ്യൻ്റെ ഏത് മഹത്വവും ക്ഷണികമാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സത്യം എന്ന് വിളിക്കുന്നത്. നിത്യം നിലനിൽക്കുന്നതാണ് സത്യം. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ആ വചനം തന്നെയാണ് ഇപ്പോൾ പ്രസംഗിക്കപ്പെടുന്ന നിത്യജീവൻ്റെ സദ്വാർത്ത. അപ്പോൾ സത്യം അസ്തമിച്ചിരിക്കുന്നു ഇന്ന് മനുഷ്യൻ്റെ നാവിൽ നിന്ന്. അപ്പോൾ ഇത് ഏറ്റവും സാർത്ഥകമായിരിക്കുന്നത്, ഇതതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് ഈ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. 2 തിമോത്തിയോസ് 4:3-4. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഏതാണ് ഈ ഉത്തമമായ പ്രബോധനം? യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പോൾ ഉത്തമമായ പ്രബോധനം ദൈവപിതാവിൽ നിന്ന് വരുന്ന പ്രബോധനമാണ്. ആ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ്, അവസാന കാലത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൻ്റെ കാലം. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള സത്യപ്രബോധനത്തിന് നേരെ മനുഷ്യൻ അസഹിഷ്ണുവായിരിക്കും. കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവരെങ്ങനെയുള്ളവരായിരിക്കും? കേൾവിക്കിമ്പമുള്ള, അവരുടെ ജഡത്തിന് സുഖം തരുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിയും. അപ്പോൾ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വാക്കുകൾക്ക് നേരെ ചെവി അടയ്ക്കുന്ന തലമുറയാണ് അവസാന കാലത്തെ തലമുറ. അത് കേൾക്കുന്നത് ആരെങ്കിലും സ്വീകരിക്കുന്നത് സഹിഷ്ണുതയോടെ കാണാൻ പോലും കഴിയാത്ത മനുഷ്യൻ. അപ്പോൾ സത്യം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് ഈ അന്ത്യകാലത്താണ്. ഇന്ന് മനുഷ്യൻ്റെ അധരങ്ങളിൽ സത്യമല്ല, പകരം മനുഷ്യൻ്റെ വാക്കുകളും മനുഷ്യൻ്റെ പ്രബോധനങ്ങളും മാനുഷിക തത്വശാസ്ത്രങ്ങളും കേൾവിക്കിമ്പമുള്ള കാര്യങ്ങളും തങ്ങളുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും മാത്രമാണ്. 2 തെസ്സലോനിക്ക 2:9-12. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം, അന്തിക്രിസ്തുവിൻ്റെ ആഗമനം, എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ആഗമനം നമുക്കറിയാം അവസാന കാലത്താണ്. അപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന പ്രത്യേകത എന്താ? അവർ സത്യത്തെ സ്നേഹിക്കാനും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ്റെ വചനത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുന്നവരാണ്. അപ്പോൾ സത്യം സ്വീകരിക്കാനും വിമുഖത, അങ്ങനെ രക്ഷപ്പെടാനും വിമുഖതയാണ്. അപ്പോൾ ഈ വിമുഖത കാണിക്കുന്നവരോ തങ്ങളാണ് ചെയ്യുന്നത് ശരി, തങ്ങൾ ചെയ്യുന്നതാണ് കറക്റ്റ് എന്ന് ചിന്തിക്കുന്നവരുമായിരിക്കും. അവിടെയാണ് സാത്താൻ്റെ ഏറ്റവും വലിയ വഞ്ചന അവരിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റവും അധികം അവഗണിക്കുന്ന, ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ഏറ്റവും അധികം അവഗണിക്കുന്ന തലമുറയാണ് അവസാന തലമുറ. ഇവിടെയാണ് നമ്മൾ ഈ താക്കീത് ശ്രദ്ധിക്കേണ്ടത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല, ഭാവി സംഭവങ്ങൾ അത് തെളിയിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഭാവി സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ? എന്ത് തെളിയിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്? അതൊരു വലിയ താക്കീതാണ്. അപ്പോൾ ദൈവിക നിയമങ്ങൾ
അവയെ അനാദരവോടെ കേട്ടാൽ, ദൈവിക നിയമങ്ങളെ അനാദരവോടെ തള്ളിക്കളഞ്ഞാൽ, ദൈവിക നിയമങ്ങളെ പരിഹസിച്ച് പുറന്തള്ളിക്കളഞ്ഞാൽ, അവസാന കാലത്ത് ദൈവം അയക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ പ്രതികാരത്തിൻ്റെയും ശിക്ഷയുടെയും നാളുകളിൽ അത് നിസ്സാരമല്ല ദൈവിക നിയമങ്ങളെ തള്ളിക്കളയുന്നത് എന്ന് മനുഷ്യൻ തിരിച്ചറിയും. അഥവാ ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷകളെയും പ്രതികാരത്തെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ താക്കീതാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ ദൈവം ശിക്ഷിക്കും, ദൈവം പ്രതികാരവും ചെയ്യും. 2 തെസ്സലോനിക്ക 1 അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ ദൈവം ശിക്ഷിക്കുന്നത്, പ്രതികാരം ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്ത്യാനി പലപ്പോഴും കേട്ടേക്കുന്നത് എന്താ? കർത്താവ് സ്നേഹമാണ്, കർത്താവ് സ്നേഹമാണ്. ഇത് തന്നെ പറഞ്ഞ് ഈ തിന്മകളിലും ദൈവിക പ്രമാണങ്ങളുള്ള അനാദരവിലും മനുഷ്യനെ തുടരാൻ പ്രലോഭിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, അവന് കൂടുതൽ ശക്തി കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ കൊണ്ടും ഇന്ന് നിറഞ്ഞുള്ളൂ. അപ്പോൾ ദൈവം എന്ന നാണയത്തിൻ്റെ ഒരു വശം സ്നേഹമാണെങ്കിൽ അതിന് മറുപുറം നീതിയാണ്. ദൈവം നീതിമാനാണ്. അപ്പോൾ പാപത്തിന് ശിക്ഷ കൊടുക്കുക എന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ ദൈവം ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നവരോട് ദൈവത്തിൻ്റെ ശിക്ഷ നൽകി അവരെ നശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. ഈ താക്കീതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് നൽകുന്നത്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും. അപ്പോൾ ദൈവിക നിയമങ്ങൾ, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാത്തവരോടും അതനുസരിക്കാതിരിക്കാൻ കാരണമായ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയ്ക്കും ദൈവം പ്രതികാരം ചെയ്യും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്നു പറയുന്നവർ പോലും ഒരിക്കലും ശ്രദ്ധിക്കുകയോ എവിടെയും പഠിപ്പിക്കുകയോ ചെയ്യാത്ത വിഷയം. ദൈവം പ്രതികാരം ചെയ്യും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവർക്കെതിരെ. എപ്പോഴാണ് ദൈവം പ്രതികാരം ചെയ്യുക? കണ്ടു, ദൈവം വീണ്ടും വരുമ്പോൾ, ദൈവപുത്രൻ വീണ്ടും വരുമ്പോൾ അന്ത്യനാളുകളിൽ ഈ പ്രതികാരം അവിടുന്ന് നടപ്പിലാക്കും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഭാവി സംഭവങ്ങൾ ഇത് തെളിയിക്കും. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും, അപ്പോൾ ദൈവം മഹത്വപ്പെടുന്ന ഒരു ഗണമുണ്ട്. അഥവാ ദൈവിക നിയമങ്ങൾ അനുസരിക്കാത്തവരെ ദൈവം ശിക്ഷിക്കുകയും പ്രതികാരത്താൽ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ദൈവിക മഹത്വം സ്വന്തമാക്കുന്ന വിശുദ്ധരുടെ, ജീവിക്കുന്ന വിശുദ്ധരുടെ ഒരു ഗണമുണ്ടായിരിക്കും. നമുക്കത് പിന്നീട് ആ വിഷയം പരിശോധിക്കാം. അപ്പോൾ കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ, ദൈവപുത്രൻ വീണ്ടും വെളിപ്പെടുമ്പോൾ ഇത് സംഭവിക്കും. ഇത് പരിശുദ്ധാത്മാവ് 2000 വർഷം മുൻപ് തന്നെ പ്രഖ്യാപിച്ച് പ്രവചിച്ച് കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കണ്ടത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ, ദൈവത്തിൻ്റെ ശിക്ഷയും പ്രതികാരവും നടപ്പിലാക്കാൻ ദൈവപുത്രൻ വെളിപ്പെടുമ്പോൾ അതിവർ മനസ്സിലാക്കും, അത് തെളിയിക്കും. നിയമാവർത്തനം 18, 17, 19. അന്ന് കർത്താവിനോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെയുള്ള
മോശയെ പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. ഇത് അന്ത്യകാലത്ത് പൂർത്തിയാകുന്നൊരു കാര്യമാണ്. അന്ത്യകാലത്താണ് ഇങ്ങനെ സംഭവിക്കുക. എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും. അത് ഓരോ വാക്ക് നമ്മൾ ധ്യാനിക്കണം. ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നതെല്ലാം, ദൈവത്തിൻ്റെ വാക്കുകൾ നാവിൽ നിക്ഷേപിക്കപ്പെട്ട് നമ്മോട് പറയുന്ന ഒരുവൻ അന്ത്യകാലത്ത് മോശയെ പോലെ ഒരുവനെ ദൈവം അയക്കും. എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും. അതുകൊണ്ടാണിത് അന്ത്യകാലത്ത് നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ പ്രതികാരം നടപ്പിലാകുക നമ്മളിപ്പോൾ കണ്ടു. ദൈവപുത്രൻ വീണ്ടും വരുമ്പോഴാണ്, അന്ത്യകാലത്താണ്. അപ്പോൾ ആ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ ഈ വാക്കുകൾ ശ്രവിക്കാനോ ശ്രവിക്കാതിരിക്കാനോ അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനോ ഒക്കെ കഴിയുക. അപ്പോൾ എൻ്റെ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം അയക്കുന്ന മോശയെ പോലെയുള്ള, അന്ത്യകാലത്ത് അയക്കുന്ന മോശയെ പോലെയുള്ള ഈ പ്രവാചകൻ്റെ വാക്ക് ശ്രവിക്കാത്തവരോട്, അനുസരിക്കാത്തവരോട്, കേൾക്കാത്തവരോട് ദൈവം തന്നെ പ്രതികാരം ചെയ്യും. അതെത്ര കഠോരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഭാവി സംഭവങ്ങൾ ഇത് തെളിയിക്കുമെന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം ഈ കൽപ്പനകൾ നൽകിയ ദൈവം, പലരുടെയും വിചാരം ദൈവം അങ്ങനെയൊന്നും ചെയ്യുമൊന്നുമില്ല, ദൈവം അതിനെ നൽകിയിട്ടുണ്ട്, അതിപ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കാം, അങ്ങനെ ദൈവം പലതും പറയും, പലതും എഴുതി വെക്കും, അതൊന്നും നമുക്ക് പ്രായോഗികമല്ല, അതൊന്നും അനുസരിക്കാൻ പറ്റില്ല, ഈ കാലത്ത് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിന്മകൾ ചെയ്യാൻ കൂടുതൽ സ്വയം ലൈസൻസ് കൊടുക്കുന്ന ആളുകൾ. ഈ ന്യായീകരണവും വാദഗതിയും ഒന്നും കർത്താവിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല. അത് അവരവരുടെ ഹൃദയകാഠിന്യം നിറഞ്ഞ അവരുടെ ഹൃദയത്തിന് ബോധ്യപ്പെടുത്താൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. ദൈവത്തിന് മുമ്പിൽ നിലനിൽക്കില്ല. അവിടുന്ന് പ്രതികാരം ചെയ്യും. ജോബ് 37:22-24. ഉത്തരദിക്കിൽ നിന്ന് സുവർണ ശോഭ വരുന്നു, ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു. സർവശക്തൻ നമുക്ക് അദൃശ്യനാണ്, ശക്തിയിലും നീതിയിലും അവിടുന്ന് ഉന്നതനാണ്. അവൾ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കണേ. മനുഷ്യൻ്റെ നീതി അല്ല ദൈവത്തിൻ്റെ നീതി. അത് കർത്താവ് പറയുന്നുണ്ട്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകൾ നിങ്ങളുടേക്കാൾ ഉന്നതമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി, അവിടുത്തെ ശക്തി ഉന്നതമാണ്. അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ഭംഗം വരുത്തുന്നില്ല. അപ്പോൾ ദൈവിക നിയമങ്ങൾ അവഗണിച്ചുകൊണ്ട് അത് തള്ളിക്കളയുന്നവരോട് ദൈവം ശിക്ഷ നടപ്പിലാക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അവിടുന്ന് അതിന് ഭംഗം വരുത്തുന്നില്ല. ആകയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടണം. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടുന്ന് ഗണിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും ഈ ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്ന ആരാ? തങ്ങൾ ജ്ഞാനികളാണെന്ന് സ്വയം കരുതുന്നവർ, ദൈവത്തേക്കാൾ ജ്ഞാനികളാണെന്ന് സ്വയം കരുതുന്നവർ. അതുകൊണ്ടുള്ള ദൈവത്തിൻ്റെ നിയമം അനുസരിക്കാതിരിക്കുന്നതാണ് ശരി എന്നവർ കരുതുന്നത്. ദൈവിക നിയമങ്ങൾ തള്ളിക്കളയുന്നതാണ് ശരിയായത് എന്ന് ചിന്തിക്കാൻ കാര്യം എന്താ? അവർ ദൈവത്തേക്കാൾ ജ്ഞാനികളാണെന്ന് സ്വയം കരുതുന്നു. സുഭാഷിതങ്ങൾ 24:19-22. തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട. തിന്മ പ്രവർത്തിക്കുന്നവൻ തഴച്ചു വളരുന്ന ഒരുപക്ഷെ കാണപ്പെടാം, അത് കണ്ട് അസ്വസ്ഥപ്പെടേണ്ട. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. ഏത് ഭാവി? ഏതു ശുഭമായ ഭാവിക്ക് വേണ്ടിയാണോ ദൈവം മക്കൾക്കായി പദ്ധതി ഒരുക്കി മക്കളെ പരിശീലിപ്പിക്കുന്നത്, ഏത് ഭാവിയാണോ നിത്യമായ ഭാവി, അത് അവർക്കില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക, അവരെ ധിക്കരിക്കരുത്. എന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിൻ്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? അപ്പോൾ ഈ വചനം വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നുണ്ട്. ദൈവത്തിൽ നിന്നുള്ള നാശം, കർത്താവിൻ്റെ ദിനം, കർത്താവിൻ്റെ ശിക്ഷയുടെയും പ്രതികാരത്തിൻ്റെ ദിനം ഒരു കള്ളനെ പോലെ കെണി പോലെ വന്ന് വീഴും. സമാധാനവും ഭദ്രതയുമെന്ന് അവർ ഈ ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്നവർ എല്ലാം സമാധാനമാണ്, ഭദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ പതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുള്ള ആ നാശത്തിൻ്റെ വലിപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? മലാഖി 3:2.
എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അപ്പോൾ ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നവന് ദൈവത്തിൻ്റെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ കഴിയില്ല. അത് പുത്രൻ വാനമേഘങ്ങളിൽ വരുന്നതായാലും ദൈവപിതാവിൻ്റെ വരവായാലും. അപ്പോൾ ദൈവപുത്രൻ വാനമേഘങ്ങൾ വെളിപ്പെടുന്നതിനെക്കുറിച്ച് ന്യായവിധിക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ കാണപ്പെടാനിരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് ദൈവത്തിൻ്റെ പുത്രൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരായി നിൽക്കുന്ന ഒരു കാഴ്ച യേശുക്രിസ്തു വിവരിച്ചിട്ടുണ്ട്. എന്നാൽ തങ്ങൾ വിമോചനം അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശിരസ് ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവരുടെ കാഴ്ചയും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരെയും വേർതിരിച്ച് കർത്താവ് എടുത്തു കാണിച്ചിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഇത് കർത്താവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചല്ല. ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. അപ്പോൾ അങ്ങനെ ദൈവം വെളിപ്പെടുമ്പോഴാണ് ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്നവരുടെ മേലുള്ള ശിക്ഷ ദൈവം നടപ്പിലാക്കിക്കൊണ്ട് ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല എന്ന് തെളിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പിന്നീട് പരിശോധിക്കാം എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ശുശ്രൂഷയിൽ പരിശോധിക്കാം. എന്നാൽ മനുഷ്യൻ ബൗദ്ധികമായ അഹങ്കാരത്തിൽ നിറഞ്ഞ് തങ്ങളുടെ കഴിവുകൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് ധരിച്ച് ദൈവത്തെ മാറ്റി അവിടെ മനുഷ്യനെ പ്രതിഷ്ഠിച്ച് വെച്ച് ദൈവം ആത്യന്തിക സത്യത്തെ മാറ്റി മനുഷ്യനെ ആത്യന്തിക സത്യമായി വെക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തുന്ന മനുഷ്യൻ ദൈവിക നിയമങ്ങളൊക്കെ ഒന്ന് പുച്ഛിച്ച് തള്ളിക്കളയുക. ദൈവത്തെ അനുസരിക്കുന്നതോ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നതോ ഒരു പോരായ്മയായിട്ടാണ് ഇന്ന് മനുഷ്യന് കരുതുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്ന, ദൈവിക നിയമങ്ങൾ ആദരിക്കുന്നവനെ പരിഹസിക്കുന്ന ഒരു തലമുറയാണ്. സങ്കീർത്തനങ്ങൾ 75:2-8. ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും. അതാണ് ഭാവി സംഭവങ്ങൾ ഇത് തെളിയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെളിയിക്കുന്ന സമയമാണ് ദൈവം നിർണയിച്ച അവിടുന്ന് നീതിയോടെ വിധിക്കുന്ന സമയം. ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ച് നിർത്തുന്നത്. വമ്പ് പറയരുത് അഹങ്കാരികളോടും കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. ദൈവം പറയുക, അഹങ്കാരികളോട് വമ്പ് പറയരുത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിച്ച് നീ നിൻ്റെ സമ്പത്തിൻ്റെ പേരിൽ, കുലമഹിമയുടെ പേരിൽ, അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അറിവിൻ്റെ പേരിൽ, ഭൗതിക വിജ്ഞാനത്തിൻ്റെ പേരിൽ, നിനക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പേരിൽ വമ്പ് പറയരുത് ദൈവത്തിന് മുമ്പിൽ. കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു. ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പിലാക്കുന്നത് ദൈവമാണ്. അപ്പോൾ ഈ നിയമങ്ങൾ ഏത് ദൈവമാണോ നൽകിയത് അതേ ദൈവം തന്നെയാണ് ന്യായവിധി നടപ്പിലാക്കുന്നത്. നുരഞ്ഞു പൊന്തുന്ന വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഇത് പ്രവാചക ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ കാണാം. ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ പാനപാത്രം, ദൈവത്തിൻ്റെ ശിക്ഷയുടെ പാനപാത്രം അവിടുത്തെ കയ്യിലുണ്ട്. അവിടുന്ന് അത് പകർന്നു കൊടുക്കും. ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റി കുടിക്കും. ദൈവം അത് കുടിപ്പിക്കും. അതാണ് ദൈവത്തിന് താക്കീത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല, ഭാവി സംഭവങ്ങൾ അത് തെളിയിക്കും. പുറപ്പാട് 32, 33, 34. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിൻ്റെ മുമ്പേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും.
അപ്പോൾ ഇങ്ങനെ ശിക്ഷിക്കാനായി ദൈവം സന്ദർശിക്കുന്ന ഒരു ദിനമുണ്ടെന്ന് ഈ പുസ്തകത്തിൽ, പരിശുദ്ധ ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം സന്ദർശിക്കുന്ന ദിനം, 2000 വർഷം മുമ്പ് ദൈവത്തിന് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ദിനങ്ങളെക്കുറിച്ചല്ല ഈ പറയണം. അവൻ ആരെയും ശിക്ഷിച്ചില്ല. നമ്മുടെ പാപങ്ങളെ ശിക്ഷ അവൻ ഏറ്റെടുത്ത് കുരിശിലും മരിച്ച് പാപപരിഹാരം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പോവുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സന്ദർശന ദിനം, ഈ ലോകത്തിൻ്റെ മേൽ സാത്താൻ്റെ സകല സംവിധാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്യന്തിക വിധി നടപ്പിലാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദിനത്തിൽ, അവിടുന്ന് സന്ദർശിക്കുന്ന ദിനത്തിൽ കർത്താവ് പറയുക, അവരുടെ പാപങ്ങളെ പ്രതി, ദൈവിക നിയമങ്ങളോട് കാണിച്ച അനാദരവിനെ പ്രതി, ദൈവിക നിയമങ്ങളെ അവഗണിച്ചതിനെ പ്രതി, ദൈവിക നിയമങ്ങളെ പുച്ഛിച്ച് തള്ളിയതിനെ പ്രതി ഞാനവരെ ശിക്ഷിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കഴിഞ്ഞു പോയ കാര്യങ്ങളല്ല. മലാക്കി 3:13-18 കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു. ദൈവജനത്തോടാണ് പറയുന്നത്, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നത് വ്യർത്ഥമാണ്. ഇതാണ് ഇന്നത്തെ തലമുറ, ആധുനിക മനുഷ്യൻ പറയുന്ന കാര്യമാണ്. ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അതിന് വലിയ പൈസയൊന്നും കിട്ടില്ല. ഈ ലോകത്ത് സുഖങ്ങളും നേട്ടവും സമ്പത്തും മഹത്വവും ഒന്നും കിട്ടില്ല. അത് വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്തു പ്രയോജനം? മനുഷ്യൻ പറയുന്നതാണ്. ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് മനുഷ്യൻ്റെ വാക്കുകൾ ഇന്ന്. ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ, ദൈവനിയമങ്ങൾ അവഗണിക്കുമ്പോൾ അവർ രക്ഷപ്പെടുന്നു, അവർ സമ്പന്നരാകുന്നു, അവർ സുഖമായി ജീവിക്കുന്നു, അവർക്കൊരു കുഴപ്പവുമില്ല, അവർ മഹത്വത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതുകൊണ്ട് അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ പറയും. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ, കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നവരെ ഓർമ്മിപ്പിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥം കർത്താവിന് മുമ്പിലുണ്ട്. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ നാമത്തെ ധ്യാനിക്കുകയും അവിടുത്തെ വാക്കനുസരിക്കുകയും ചെയ്യുന്നവരെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസത്തിൽ അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയും. അത് ഫൈനലായൊരു തിരിച്ചറിവായിരിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ വാക്കനുസരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും ചെയ്യുന്നവർ തമ്മിൽ ദൈവം വ്യത്യാസം വെച്ചിട്ടുണ്ട്. അഥവാ ദൈവം അവരെ വേർതിരിക്കുന്നുണ്ട്, രക്ഷയും ശിക്ഷയും കൊടുക്കാൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിക്കുന്നവരെക്കുറിച്ച് ദൈവിക നിയമങ്ങൾ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തെ നിയമം അനുസരിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്ന കാണട്ടെ എന്ന് ധിക്കാരപൂർവ്വം പെരുമാറുന്നവരെക്കുറിച്ച് ഏശയ്യാ പ്രവാചകനും താക്കീതോടെ എഴുതിയിട്ടുണ്ട്. ഏശയ്യാ പ്രവാചകന പുസ്തകം 66-ാം അധ്യായം 5-6 വചനങ്ങൾ. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, ദൈവത്തിൻ്റെ വാക്കുകളെ വിറയലോടെ സ്വീകരിച്ചനുസരിക്കുന്നവരെ. അപ്പോൾ അങ്ങനെ ഗണമുണ്ടായിരിക്കും അന്ത്യകാലത്ത്. ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ പഠിക്കുകയും കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവർ, അവരോടാണ് ഇത് പറയുന്നത്. അവിടുത്തെ വചനം കേൾക്കുവിൻ, ദൈവത്തിൻ്റെ പ്രവചനം കേൾക്കാൻ.
എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും, യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരോലും വെറുക്കപ്പെടും. യേശുക്രിസ്തു അവൻ്റെ രണ്ടാം വരവിൽ വരുന്നതാണ് അവൻ്റെ യഥാർത്ഥ നാമം. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ. ഇത് 2000 വർഷം യേശുക്രിസ്തു പ്രവചിച്ചു തന്നെയാണ്. എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും വെറുക്കപ്പെടും, അവർ നിങ്ങളെ പുറത്താക്കും, അവർ നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെ ഈ കർത്താവ് പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരർ കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കുന്ന ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. ഇനി കർത്താവ് പറയാ, എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാവുക. അവരാണ് ലജ്ജിതരാകാൻ പോകുന്നത്. ഇതാ നഗരത്തിൽ നിന്നൊരു ശബ്ദകോലാഹലം, ദൈവാലയത്തിൽ നിന്ന് ഒരു സ്വരം, ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ സ്വരമാണ്. അപ്പോൾ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്ന കർത്താവിൻ്റെ ഒരു സ്വരം മുഴങ്ങും. ദൈവിക നിയമങ്ങൾ അവഗണിക്കുന്നവർക്കെതിരെ, ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവരെ പുച്ഛിക്കുകയും ദൈവപുത്രൻ്റെ നാമനിമിത്തം അവരെ വെറുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നവർക്കെതിരെ ദൈവത്തിൻ്റെ പ്രതികാര ശബ്ദമുയരും. പ്രഭാഷകൻ 39:28-31. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്, കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാരമുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സ്രഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. അപ്പോൾ നമ്മൾ കണ്ടു, ദൈവത്തിൻ്റെ പ്രതികാരം ദൈവത്തിൻ്റെ വാക്കനുസരിക്കാത്തവർക്കെതിരെ, ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കെതിരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരെ പീഡിപ്പിക്കുന്നവർക്കെതിരെയാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള പ്രതികാരത്തിന് വേണ്ടി അന്ത്യകാലത്ത് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന, അതിനുവേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന കാറ്റുകളുണ്ട്. കോപാവേശത്തള വാഞ്ഞടിക്കുന്നു, സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സ്രഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കും. അതാണ് ദൈവത്തിന് ജ്ഞാനം പറഞ്ഞത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്ന നിസ്സാരമല്ല, ഭാവി സംഭവങ്ങൾ അത് തെളിയിക്കും. ഈ കോപം, ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുമ്പോൾ, പൊട്ടിപ്പുറപ്പെടുമ്പോൾ, അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്രജന്തുക്കളും ദംഷ്ടങ്ങളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്കു ലംഘിക്കുകയില്ല. ഈ സമയം വരുമ്പോഴാണ് ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്നത് സാരമല്ല എന്ന് തെളിയിക്കപ്പെടുന്നത്. വെളിപാട് 10:5-7. കടലിലും കരയിലും നിലയുറപ്പിച്ചവനായി ഞാൻ കണ്ട ദൂതൻ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ആകാശവും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിട്ടു, ഇനി കാലവിളംബമുണ്ടായിരിക്കുകയില്ല. ഏഴാമത്തെ ദൂതന് മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകന്മാരെ ദൈവം അറിയിച്ച രഹസ്യം നിവൃത്തിയാവും. അപ്പോൾ ഇങ്ങനെ ഒരു രഹസ്യം, ദൈവത്തിൻ്റെ പ്രതികാരം നടപ്പിലാകുന്ന, ദൈവത്തിൻ്റെ ശിക്ഷയും സംഹാരവും ദൈവവചനം അനുസരിക്കാത്തവരിൽ വീഴുന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവാചകർ അറിയിച്ച രഹസ്യം പൂർത്തിയാകുന്ന ഒരു സമയം. അത് പൂർത്തിയാക്കുന്നതിൽ ദൈവം കാലവിളംബം വരുത്തില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ശ്രദ്ധിക്കണം. തങ്ങളെ തന്നെ ശരികളിൽ തങ്ങളെ തന്നെ വെള്ളപൂശിക്കൊണ്ട് തങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളും തങ്ങളുടെ കാഴ്ചപ്പാടുകളും ഒക്കെയാണ് ശരി, ഇങ്ങനെ ജീവിച്ചാൽ അതാണ് രക്ഷിക്കപ്പെടും എന്ന് കരുതി ജീവിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ഏതെങ്കിലും വാക്ക് നീ അവഗണിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനകൾ അവഗണിക്കപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഈ താക്കീത് തരുന്നതിന് മുമ്പുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാം, അവിടെ ഏറ്റവും ശ്രദ്ധയോടെ പറഞ്ഞിരിക്കുന്ന കാര്യം
ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനത്തെക്കുറിച്ചാണ്. ദൈവം നമുക്ക് നൽകിയ നിയമങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതാണ്, പ്രഥമവും പ്രധാനവുമായ കൽപ്പനയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന ഒന്നാം പ്രമാണം. അപ്പോൾ ഒന്നാം പ്രമാണം ലംഘിക്കുന്നവർക്കെതിരെ, ഒന്നാം പ്രമാണം ലംഘിച്ചുകൊണ്ട് അനുരൂപണങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധവും മ്ലേച്ഛവുമായ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവരെ, അത് ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നവരെ, അത് ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെ, അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ താക്കീതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. അത് പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും പരിശോധിക്കണം, എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത്? എന്നാൽ ദൈവിക നിയമങ്ങളെ അനുസരിക്കുകയും അത് ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്നും അനുഗ്രഹവും നിത്യജീവനും സ്വന്തമാക്കുന്ന ഒരു ഗണത്തെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടുണ്ട്. അവരെ ദൈവം ഒരുമിച്ച് കൂട്ടുന്നതിനെക്കുറിച്ചും പരിശീലിപ്പിക്കുന്നതിനെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമെന്ന് പറയുന്നവർ ദൈവിക നിയമങ്ങളോട് അത്യധികമായ ആദരം കാണിക്കുകയും അവ ശ്രദ്ധയോടെ പഠിക്കുകയും അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന് ദൈവം നമ്മളെ ഇന്ന് കർശനമായ താക്കീതോടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ചേതോഹരമായ ദൈവപുത്രൻ നമുക്ക് തരാനിരിക്കുന്ന ചേതോഹരമായ രക്ഷ അടുത്തെത്തിയിരിക്കുന്നു. ദൈവം തന്നെ വെറുക്കുന്നവരുടെ മേൽ, ദൈവിക നിയമങ്ങളുടെ അനാദരം കാണിക്കുന്നവരുടെ മേൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, അവരുടെ മേൽ വർഷിക്കാനായി അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയുടെയും പ്രതികാരത്തിൻ്റെയും നാളുകളും ആഗതമായി. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധയോടെ നമ്മെ പരിശോധിക്കണം. നാം എങ്ങനെയാണ് ദൈവിക നിയമങ്ങളെ കാണുക? ദൈവത്തിൻ്റെ കൽപ്പനകളെയും വാക്കുകളെയും നാം എങ്ങനെയാണ് സമീപിക്കുന്നത്? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളുടെ പേരിൽ മാനുഷിക മഹത്വത്തിൻ്റെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ? ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജഡിക സുഖങ്ങളെ പ്രതി ലോകമോഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്യാതെ നീ തള്ളിക്കളയുന്നുണ്ടോ? ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ മകനും മകളും അത്യന്തം ഗൗരവത്തോടെ പരിശോധിക്കേണ്ട നാളുകളാണ് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം. അതുകൊണ്ട് ഇത് പരിശോധിക്കാൻ, ദൈവിക നിയമങ്ങളെ ശ്രദ്ധയോടെ പഠിക്കാൻ, ദൈവിക നിയമങ്ങളെ അത്യധികം ആദരിക്കുവാൻ, അതനുഷ്ഠിക്കുവാൻ ഉള്ളൊരു മനസ്സ്, സന്നദ്ധതയുള്ളൊരു മനസ്സ് ദൈവം തൻ്റെ ഓരോ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും അവിടുത്തെ അതിപരിശുദ്ധമായ നാമം രക്ഷ നൽകുമ്പോഴും ശിക്ഷ നൽകുമ്പോഴും അവിടുത്തെ നീതിയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.